ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒത്തിരി പേർക്ക് സംശയം ഉണ്ടാവുമല്ലോ, ഇന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഹെയർ ഫോളിനെ കുറിച്ചും ഹെയർ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചും ഒക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചും ഡോക്ടറോട് സംസാരിക്കുന്നതിനെ കുറിച്ച്, ഡോക്ടർ അതിനുള്ള സംശയ നിവാരണം നടത്തുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ പോകുന്നത് യോഗിരാജ് സെൻറ്റർ ഫോർ ഡെർമറ്റോളജി ക്ലിനിക്കിലാണ്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഞാൻ ചെയ്യുന്നത്. അവിടുത്തെ ഡോക്ടർ റെയിൻ രാജു ആണ് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് നമുക്ക് ഇതിനോട് കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ, ഹെയറിനെ കുറിച്ചും ഹെയർ ലോസിനെ കുറിച്ചും ഹെയർ ഫോൾ, ഹെയർ തിന്നിങ്, ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പം നമുക്കിനി ഹോസ്പിറ്റലിലേക്ക് പോകാം. ഓക്കെ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാൻ ഇന്നിപ്പോൾ ഡോക്ടറുടെ അടുത്ത് വന്നിരിക്കുന്നത്, ഞാൻ കുറേ നാളായിട്ട് ഡോക്ടറുടെ പേഷ്യൻ്റ് ആണല്ലോ. അപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. എന്താണ് ഇങ്ങനെ ഹെയർ ഫോള്, എന്തൊക്കെയാണ് അതിനെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ്, GFC എന്താണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്താണ് എന്നൊക്കെ ഒത്തിരി ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനത് ഡോക്ടറുമായിട്ട് തന്നെ നേരിട്ട് ചോദിച്ചു. ഡോക്ടർ പറയുമ്പോഴത്തേലും അവർക്ക് കുറെ കൂടെ മനസ്സിലാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടറുടെ അടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഡോക്ടറുടെ വാല്യൂബിൾ ടൈം എനിക്ക് തന്നിരിക്കുന്നതിന് ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് തിങ് ബാലൻസിനെ കുറിച്ചാണ്, ഫീമെയിൽ ബാലൻസിനെ കുറിച്ച്. എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ഞാനതൊന്നും കേട്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ ഒത്തിരി ആയിട്ട് കേൾക്കുന്നത്, എന്തുവാണ് ഈ ഫീമെയിൽ ബാലൻസ് എന്ന് പറയുന്നത്? ജനറലി കഷണ്ടി അല്ലെങ്കിൽ ബോൾഡ്നെസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആണുങ്ങൾക്ക് മാത്രമുള്ള സംഭവമായിട്ടാണ് എല്ലാവരും കൂടുതൽ കാണുന്നത്. പക്ഷെ ഇറ്റ് ഇസ് ഈക്വലി പ്രസന്റ് ഫോർ ലേഡീസ് ഓൾസോ. സ്ത്രീകളും ഭയങ്കര കോമൺ ആണ്. ജസ്റ്റ് ദാറ്റ് നമ്മൾ ലേഡീസ് അത്രയും കെയർ കൊടുക്കില്ല. കാരണം ആണുങ്ങളുടെ പോകുന്ന പോലെ ഫുൾ ആയിട്ട് പോകാറില്ല. വോളിയം കുറഞ്ഞാണ് പോകുന്നത്. സോ അത്രയും ഡ്രമാറ്റിക് ഒരു ഇതില്ലാത്തതുകൊണ്ട് people are not very bothered about it. പിന്നെ വിത്ത് ഈ ജനറേഷൻ ഇപ്പോൾ ലേഡീസ് ഓൾസോ ആർ മോർ കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ഹെയർ തിന്നിങ് കുറച്ച് കൂടിയിട്ടുകൊണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോ കുറച്ചുകൂടി ഫോർ ഫ്രണ്ടിലോട്ട് വരുന്നത്. സോ ഇറ്റ് ഇസ് ദ സെയിം തിങ് ആസ് ആണുങ്ങൾക്കുള്ള പോലെ ഹോർമോണൽ ചേഞ്ചസ് ആണ് ഏറ്റവും വലിയ വരുന്നത്. സോ ആ ഒരു ഹോർമോൺ ടെൻഡൻസി, ആ ഒരു ചേഞ്ചസ് കാരണമാണ് ഹെയർ തിന്നായി പോകുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വലി ദെയർ ഫോർ ലേഡീസ് ആസ് വെൽ ആസ് മെൻ. പണ്ടേ ഉള്ളതാണ്. ഇപ്പൊ കുറച്ച് പ്രോബ്ലംസി വന്നുകൊണ്ട് കുറച്ച് ഫോർ ഫ്രണ്ടിൽ വരുന്നു. ഇപ്പൊ ഇത് ഇത്രയും കൂടാനുള്ള കാരണം എന്താ ഡോക്ടർ? അതാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി ആൾക്കാരുടെ കൺസേൺസ്, പീപ്പിൾ ഏർലിയർ മേ ബി ജനറേഷൻസ് ലേഡീസ് ആർ നോട്ട് ആസ് ബോതേർഡ് അബൌട്ട് ഇറ്റ്. ഇപ്പം ലേഡീസ് ആർ മോർ കൺസേൺ അബൌട്ട് ദെയർ ലുക്സ്. അപ്പോൾ ഇറ്റ് ഇസ് കമ്മിങ് മോർ ടു ദ ഫോർ ഫ്രണ്ട്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ തിങ്. അല്ലാണ്ട് വേറെ നേരത്തെ ഉള്ളത് ഇല്ലാത്ത ഒരു കാര്യം ഇപ്പൊ വന്നതാണ്, അങ്ങനെ ഒരു കാര്യമേ അല്ല. പക്ഷേ പണ്ടേ മുതലും ഉണ്ട്. പക്ഷേ ഇത് വിത്ത് ഈ ജനറേഷൻ കംസ് എ ബിറ്റ് മോർ പ്രോമിനന്റ്. അതായത് പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പൊ ആണുങ്ങൾക്കാണെങ്കിൽ പോലും കഷണ്ടി എല്ലാവരും പറയുന്നത് 30 വർഷം 40 വയസ്സിലൊക്കെയാണ് വരുന്നത്. ഇപ്പം ഈ 18 വയസ്സുള്ള ആൾക്കാർക്ക് നമ്മൾ കഷണ്ടി കാണുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ ജനറ്റിക് തിങ് വിച്ച് ഹാപ്പൻസ് വിത്ത് ഈ ജനറേഷൻ. കുറച്ച് ഏർലിയർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് ഇപ്പൊ ഈ ഒരു ബാലൻസ് ഏത് സമയം, ഏജ് അങ്ങനെ വല്ലതും ഫിക്സ്ഡ് ഏജ് ഫോർ ദാറ്റ്? യൂഷ്വലി നമ്മൾ എപ്പോഴും കാണുന്ന ഫാമിലി ടെൻഡൻസി പോലെ ഇരിക്കും. ഇഫ് ദ ഫാമിലി, ലേഡീസ് ഇൻ ദ ഫാമിലി ഹാവ് വെരി തിൻ ഹെയർ, കുറച്ച് ഏർലിയർ ആയിട്ട് കാണാം. പക്ഷെ നമുക്ക് ഒരിക്കലും ഫിക്സ് ചെയ്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഏജിലുണ്ടാവും, ഈ ഏജിലുണ്ടാവില്ല. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഫ്രം എനി ഏജ്. ബട്ട് യൂഷ്വലി വാട്ട് വി സീ, ടീനേജ് കഴിഞ്ഞ ഉടനെ അതിന്റെ ഒരു ഹെയർ തിന്നിങ് നമ്മൾ നോട്ടീസ് ചെയ്ത് തുടങ്ങും. അത് നമ്മളൊരു ഫൈൻ ചേഞ്ചസ് ആണ് ആദ്യം കാണുന്നത്. പക്ഷെ വിത്ത് ടൈം അത് പ്രോഗ്രസ് ചെയ്തു പോകും. ഡോക്ടർ, എനിക്കിപ്പോ ക്യാൻസർ വന്നതിന് ശേഷമാണ്, എന്ന് വെച്ചാൽ നേരത്തെ അത്ര ഹെയർ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ക്യാൻസർ വന്നതിന് ശേഷമാണ് എൻ്റെ ഹെയർ ഫോള് ഭയങ്കരമായിട്ട് ഇങ്ങനെ തുടങ്ങിയത്. അപ്പൊ അത് ഈ ക്യാൻസറും ഈ ഒരു ഹെയർ ഫോളും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇത് അതിനകത്ത് ബേസിക്കലി ഉണ്ടാവുന്ന വെച്ചാൽ ക്യാൻസറും ക്യാൻസർ ട്രീറ്റ്മെന്റും. ക്യാൻസർ തന്നെ ബോഡിയിൽ സ്ട്രെസ് ആണ്. അപ്പം ബോഡിയിൽ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഹെയർ ഷെഡിങ് ഉണ്ടാവും. സോ അതാണ് മനസ്സിലാക്കുന്നത്. രണ്ട് എൻറ്റിറ്റി ഉണ്ട്. ഒന്ന് ഹെയർ ഷെഡിങ്, അത് നമ്മൾ എവിടെ നോക്കിയാലും മുടി വീഴുന്നു.
രണ്ടാമത്താണ് ഹെയർ തിന്നിങ്, അതായത് മുടി കട്ടി കുറയും. അത് നമുക്ക് നേരത്തെ ഉണ്ട്, ക്യാൻസർ വരുന്നതിന് മുന്നേ ഒക്കെ ഹെയർ തിന്നിങ്. പക്ഷെ ഹെയർ ഷെഡിങ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഈ ഹെയർ ഷെഡിങ് പറയുമ്പോൾ നമുക്ക് ബോഡിയിൽ ഒരു സ്ട്രെസ്, മനസ്സിന്റെ ഒരു സ്ട്രെസ്, അതൊക്കെ വരുമ്പോൾ ഹെയർ ഷെഡിങ് ഉണ്ടാവും. ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയുടെ സെൽസ് ഭയങ്കര പെട്ടെന്ന് കൂടുന്നു, അതാണ് നമ്മുടെ ഇത്. അതുപോലെ നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ സെൽ ടേൺ ഓവർ, അതായത് സ്പീഡ് ഉള്ളത് നമ്മുടെ ഹെയറും നെയിൽസിനുമാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ ഹെയർ, നമ്മളിപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിന്റെ പ്രൊളിഫറേഷൻ റേറ്റ് നമ്മൾ കുറയ്ക്കുകയാണ്. സെയിം തിങ്. അപ്പൊ ആ മരുന്ന് നമ്മുടെ ഹെയറിനെയും എഫക്ട് ചെയ്യും. സോ ഹെയറിന്റെ ഗ്രോത്ത് റേറ്റും കുറയും, ഹെയറിന്റെ ഷെഡിങ്ങും വരും. സോ ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ്. സോ നമ്മുടെ ക്യാൻസർ കാരണം ഹെയർ തിന്നിങ് അല്ല വരിക, നമുക്ക് ഈ പ്രോളിഫറേഷൻ ഉണ്ടാവും. പിന്നെ മോർ ദാൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് പ്രോബ്ലം. ക്യാൻസർ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് അതൊരു സൈഡ് എഫക്ട് ആണ്, പക്ഷെ നമുക്ക് ക്യാൻസർ ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സോ ഒബ്വിയസ്ലി ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. അതിന്റെ സൈഡ് ബൈ സൈഡ് നമുക്ക് ഹെയർ ഫോൾ, ഹെയർ ഷെഡിങ് ഇതൊക്കെ വരാം. പക്ഷെ ദോസ് ഹെയർസ് കം ബാക്ക്. അത് വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ ബോഡിയിൽ നിന്ന് അത് മാറി. ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മുടെ ഡ്രഗ് മാറുന്നു, അത് മാറുമ്പോൾ ദി ഹെയർ ഇസ് ഗോയിങ് ടു കം ബാക്ക്. ദ പ്രോബ്ലം ഹിയർ ഇസ് നമുക്ക് ഓൾറെഡി തിന്നിങ് ഉണ്ട്. സോ നമുക്ക് ഹെയർ പോയി, തിരിച്ചു വരുന്ന ഹെയർ കട്ട് പറയും. അപ്പോഴാണ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അല്ലാണ്ട് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ക്യാൻസർ ദാറ്റ് ഇസ് എ പ്രോബ്ലം. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ക്യാൻസർ ഒക്കെ വന്ന് പോയിട്ട് പിന്നെ വരുന്ന ഹെയർ ഭയങ്കര തിക്കായിട്ട് വരുന്നു. എന്റെ കേസിലാണ് തിന്നായിട്ടാണ് വന്നത്. അതിലെന്തെങ്കിലും സത്യം എന്ന് പറയുന്നത് പോയിന്റ് ഞാൻ ഈ പറഞ്ഞത് ഹെയർ തിന്നിങ്. സോ ഈ ഹെയർ തിന്നിങ് ഇല്ലാത്ത ഒരാൾക്ക് ഹെയർ ഇസ് ഗോയിങ് ടു കം ബാക്ക് നോർമലി. അത് നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു ഫീൽ ഉണ്ടാവും, നല്ലപോലെ മുടി വന്നല്ലോ. അത് ബേസിക്കലി സംതിങ് മോർ ദാൻ ദാറ്റ്. നമ്മൾ പോയ മുടി തിരിച്ചു വരുന്നു എന്ന് മാത്രം അല്ല. ഇപ്പം പ്രഗ്നൻസിയിൽ നമുക്ക് ഒരൊറ്റ മുടി പോകില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. ഡ്യൂറിംഗ് പ്രഗ്നൻസിന്റെ തല മൊത്തം മുടിയായിരുന്നു. അത് വേറൊന്നുമില്ല, ആ ഹോർമോൺ ചേഞ്ച് കാരണം നമുക്ക് ഹെയർ ഷെഡിങ് ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് പ്രഗ്നൻസി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്ട്രെസ് ഉണ്ടാവും, ഒരു ഷെഡിങ് ഉണ്ടാവും. അപ്പോഴാ ഹോർമോൺ ചേഞ്ച് വരും. സോ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് പ്രഗ്നൻസി സമയത്ത് കൂടുതൽ മുടി വന്നു. ബേസിക്കലി നമ്മുടെ ഹെയർ ഷെഡിങ് കുറവും. സെയിം തിങ് ഹാപ്പൻസ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഓൾസോ. നമ്മുടെ ഹെയർ ഷെഡിങ് സ്റ്റോപ്പ് ആവും, അപ്പൊ നമുക്ക് ഹെയർ വരും. സോ അതുകൊണ്ടാണ് ആൾക്കാർ അതിലേക്ക് മുടി കുറേ വന്നു എന്ന് പറയുന്നത്. അല്ലാണ്ട് അങ്ങനത്തെ ഒരു ഇതില്ല. ബേസിക്കലി ദിസ് ഇസ് ദ സയൻസ് ബിഹൈൻഡ്. അപ്പൊ ഈ ഹെയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഹോർമോൺ ആണ് ഈ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺസ് അല്ല. ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ഹോർമോണിന്റെ ഓവർ ആക്ടിവിറ്റി കാരണം ആ ഹെയറിന്റെ തിന്നിങ് ഉണ്ടാക്കും. ബേസിക്കലി നമ്മൾ എല്ലാവരുടെ ഹെയറിന്റെ അറ്റത്ത് കുറെ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സിലാണ് ഈ ഹോർമോൺ കയറി പിടിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് 70 വയസ്സുള്ള ആൾക്ക് തല നിറച്ച് മുടിയുണ്ട്, 18 വയസ്സുള്ള ആളുടെ തലയിൽ മുടിയില്ല. ഈ 70 വയസ്സുള്ള ആളുടെ തലയിൽ ആ ഹെയർ ഫോളിക്കിലാണ് റിസപ്റ്റേഴ്സ് കുറവാണ്. അതുകൊണ്ട് ഹോർമോൺ കയറി പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹോർമോണിന്റെ ആക്ടിവിറ്റി ഇല്ല അവിടെ. ഈ 18 വയസ്സ് ആ പാവം പയ്യന്റെ തലയിൽ ആ ഹെയർ ഫോളിക്കിൽ കുറെ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ ഇതെല്ലാം കയറി പിടിക്കും. അത് പിടിക്കുമ്പോൾ ഈ ഹോർമോൺസ് വർക്കിംഗ് ഓൺ ദി ഹെയർ ആൻഡ് ദി ഹെയർ ബിക്കംസ് തിൻ. സോ സെയിം തിങ് ഫോർ ലേഡീസ് ഓൾസോ. സോ ഹോർമോണിന്റെ ഇത് കാരണം ഇതിന്റെ ഹോർമോൺ ആക്ടിവിറ്റി കൂടുതലാണ്. ബേസിക്കലി ഹോർമോണിന്റെ അളവല്ല പ്രശ്നം, ഈ ഹോർമോണിൽ ആ റിസപ്റ്റർ കയറി പിടിക്കുമ്പോഴാണ് പ്രശ്നം. ഈ റിസപ്റ്റർ ആരാ തീരുമാനിക്കുന്നത്? അവിടെയാണ് ജെനറ്റിക്സ്. നമ്മുടെ പേരൻസിന് നല്ല മുടി ഉണ്ടെങ്കിൽ നമുക്ക് റിസപ്റ്റേഴ്സ് കുറവായിരിക്കും. നമ്മുടെ ഫാമിലിയിൽ കഷണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ റിസപ്റ്റേഴ്സ് കൂടുതലായിരിക്കും. അതാണ് അതിന്റെ ലോജിക്. അപ്പോൾ ഇതിന് നമുക്ക് ഇത് നേരത്തെ ഇപ്പൊ ഈ ഒരു തിന്നിങ്ങും ഇതൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ നമുക്ക് ഒരു ഇതില്ല, സയൻസ് ഇല്ല. ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇഫ് യു ഫൈൻഡ് കുറച്ചൊരു തിന്നിങ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഡെർമോസ്കോപ്പിനൊരു ഇതുണ്ട്. അത് വെച്ച് നമുക്ക് സ്കാൽപ്പിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അറിയാം ഏതൊക്കെ ഏരിയാസ് ആണ് തിന്നിങ് വരിക. അത് വെച്ച് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ചില ഹെയർസ് തിക്കാണ്, ചില ഹെയർസ് തിൻ ആവുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ബ്ലഡിലോ അങ്ങനെ അസസ് ചെയ്തിട്ടൊന്നും നമുക്കത്, കാരണം ഈ റിസപ്റ്റേഴ്സ് നമുക്ക് ബ്ലഡിലൊന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ വെച്ചാണ് നമുക്കത് എത്തിക്കാം. ഓക്കെ. പിന്നെ ഡോക്ടർ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ എന്റെ കേസിൽ വന്നപ്പോഴത്തേല് എനിക്ക് ക്യാൻസർ വന്നു പോയിട്ട് ഇപ്പൊ 10 years ആയി. അപ്പൊ ആഫ്റ്റർ 1 year മുതൽ എന്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കുറവായിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെന്റ് എങ്ങനെയാവും? നമ്മൾ ഈ ഒരു ബാൾനസും ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഓൾവേസ് നമ്മുടെ ക്യാൻസർ അതിന്റെ ട്രീറ്റ്മെന്റ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി വി ഹാവ് ടു ഗിവ്. Once that is done, all this is second. Obviously, that is the second. Now, hair depends on the stage. Depends on what your condition is. ഇപ്പൊ നമുക്കിപ്പം കൂടുതൽ ഗ്യാപ്സ് ഉണ്ട്, ഹെയർ അവിടെ ഉണ്ട്, പക്ഷെ ഭയങ്കര തിന്നാണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാക്കി പ്രൊസീജിയറൽ ട്രീറ്റ്മെന്റിനെക്കാട്ടിൽ ഇമ്പോർട്ടന്റ് ഇസ് ട്രാൻസ്പോർട്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് സ്റ്റേജ് യു ആർ. ഇപ്പൊ നമുക്ക് ഹെയർ ഉണ്ട്, സ്കാൽപ്പിൽ എംപ്റ്റി സ്പേസസ് കുറവാണ്, പക്ഷെ ഹെയർ ഉണ്ട്, തിന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റും
പ്രൊസീജിയേഴ്സ് GFC PRP മതി. ഓക്കെ പക്ഷേ empty സ്പേസ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയാലും GFC ചെയ്താൽ നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയാലും GFC ആയാലും ഇരിക്കുന്ന മുറിയുടെ വോളിയം കിട്ടാം. ഓക്കെ അവിടെ empty ആയ സ്ഥലത്ത് ഒന്നും വരാൻ പോകുന്നില്ല. സോ empty സ്പേസസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് തന്നെ ചെയ്തത്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഇസ് ഹാപ്പനിങ് ഓൺ ദ സ്കാൽപ്പ്. അത് നമ്മൾ ഫിസിക്കലി എക്സാമിൻ ചെയ്താണ് നമ്മൾ തീരുമാനിക്കുക. സോ ഇപ്പം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ നീഡ് ഓൾസോ. ഇപ്പം നിങ്ങൾ ഒരു അടുത്ത് വരുന്നു, എന്റെ തലയിൽ മുടിയുണ്ട് പക്ഷെ ഗ്യാപ്സ് കൂടുതലാണ്, പക്ഷെ എനിക്ക് ഐ നോട്ട് ബോദർ അബൌട്ട് ദി ഗ്യാപ്സ്, എനിക്ക് ഇരിക്കുന്ന മുടി പിടിച്ചു നിർത്തണം എന്നാണെങ്കിൽ നമുക്ക് GFC PRP മെഡിക്കൽ ട്രീറ്റ്മെന്റ് മതി. ഇല്ല, എന്റെ വോളിയം ഭയങ്കര കുറവാണ്, എനിക്ക് ആ വോളിയം കൂട്ടിയേ പറ്റൂ എന്നാണെങ്കിൽ empty spaces കുറയുണ്ട്, അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേജ് ഓഫ് ദ സ്കാൽപ്പ്. ഓക്കെ, എന്റേതാണ് സ്റ്റാർട്ടഡ് വിത്ത് മെഡിസിൻസ്. അതിലൊന്നും ഒരു ഇതും കാണാത്തപ്പോഴാണ് പിന്നെ ഞാൻ GFCയിലോട്ട് വന്നത്. അപ്പൊ ഈ PRP GFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് എന്താണെന്നുള്ളത്. ബേസിക്കലി ഇതിനകത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മിനോക്സിലും കാര്യങ്ങളാണ്. അതിന്റെ എഫക്ട് വരാൻ തന്നെ 6 months എടുക്കും. ഓക്കെ, സോ ബേസിക്കലി GFC PRP അതിന്റെ ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മളിപ്പോ GFC PRP ചെയ്തുകൊണ്ട് മെഡിസിൻസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ദ ബേസ്. അത് ചെയ്തേ പറ്റൂ. നമ്മളൊരു പനി വന്ന് നമ്മൾ പാരസെറ്റമോൾ എടുക്കും, നനഞ്ഞ തുണി വെച്ച് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ്. അതുപോലെയാണ് GFC PRP. GFC എന്ന് പറയുന്നത് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. സോ PRP is the older method that has been there for years and years together. GFC has come in the past 6-7 years. So basically the വ്യത്യാസം വെച്ചാൽ as far as നമ്മൾ നോക്കുമ്പോൾ ബ്ലഡ് എടുത്ത് ചെയ്യും, that is the only difference. The difference എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ. Now if someone who's done a PRP and a GFC, you will know that GFC ആകുമ്പോൾ പെയിൻ കുറവാണ്. The results are a bit more faster. Okay. It is a bit more longer lasting. Okay. So what we say, to keep in easy words, is രണ്ട് PRP equivalent ആണ് ഒരു growth factor. ഓക്കെ, സോ നമ്മളിപ്പോ നമ്മൾ സെഷൻസ് പറയുവാണെങ്കിൽ ഒരു 3 to 4 GFC എന്നാണ് നമ്മൾ പറയും. PRP അതേസമയം നമ്മൾ 6 ആണ് പറയും. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് സെഷൻസ് ആർ ലെസർ ഇൻ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. സോ അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ ലെസർ നമ്പർ ഓഫ് സെഷൻസ്, ലോങ്ങർ ലാസ്റ്റിംഗ്, faster acting, and more importantly pain is less. So it is a high concentration of growth factors on GFC. PRP ല് growth factors ഉണ്ട്, പക്ഷെ അത് ഹൈ കോൺസെൻട്രേഷൻ അല്ല. അതിൽ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, which is not going to cause harm, പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണവുമില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് പെയിൻ ഉണ്ട്. That is why we prefer to do growth factor. എന്നോട് എല്ലാരും പറയാറുണ്ട് PRP അല്ലേ ഇപ്പൊ GFC എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആർക്കും അങ്ങോട്ട് അങ്ങനെ മനസ്സിലാവും. So that is the difference. ഈ PRPക്കും GFC ഒക്കെ ചെയ്യുന്നതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇല്ല, there is no age limit as such. Anytime after 16 years of age you can do it, and till whatever age. Our age is not a problem at all. See, what happens is പ്രായമുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേറെ അസുഖങ്ങളുണ്ടാവും. ഇപ്പൊ ഷുഗർ, ഡയബറ്റിസ് കൺട്രോൾ അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെയാണ് എന്റെ പ്രശ്നം. അല്ലെങ്കിൽ there is no age limit. You can do it at any age. അപ്പൊ ഈ നമ്മള് ഇപ്പൊ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇപ്പൊ ഇത് രണ്ടും ചെയ്തിട്ട് ഇതില് നമുക്ക് എഫക്റ്റീവ് ആവുന്നില്ല, എംപ്റ്റി സ്പേസ് കാണുമ്പോഴാണല്ലോ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റിന് ഇങ്ങനെ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഉണ്ടോ? Again, the same thing. We have done transplants for 16-year-old മുതൽ നമുക്ക് ചെയ്യാം. It depends on the empty space. If a 16-year-old comes with an empty scalp, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ. Now, upper age limit, പ്രായമുള്ള ആൾക്കാർ, again, നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാം. We've done for up to 70 years നമുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് മുകളിലും ചെയ്യാം. The only problem with that age is ഈ പറഞ്ഞ പോലെ കോമോർബിഡിറ്റീസ്, വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഷുഗർ, ഡയബറ്റീസ്, ഹാർട്ട് ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡോക്ടറിന്റെ കൺസെന്റ് വെച്ച് അവർ ഇത് പറയുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് ഒരു എതിർപ്പില്ലെന്ന് പറയുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ വിത്ത് ഏജ് ഓബ്വിയസ്ലി ഇപ്പൊ നമ്മളിപ്പോ ഒരു 30-40-year-old ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, നമ്മൾ 100 മുടി വെച്ചാൽ വി നോ 100 hairs are going to pick up. പക്ഷെ once you cross 60-70, ആ 100 മുടി വെച്ചാൽ 100 പിക്കപ്പ് ചെയ്യണമെന്നില്ല, 80-90% പിക്കപ്പ് ചെയ്യണമെന്നുള്ളൂ. കാരണം നമ്മുടെ ബോഡിയുടെ ഹീലിംഗ് ടെൻഡൻസിയും കുറയും വിത്ത് ഏജ്. അത് അല്ലാതെ ഇപ്പൊ നമുക്കിപ്പോ 18-20 ഒരു മുറിവ് വന്നാൽ പെട്ടെന്ന് ഉണങ്ങും. അതേസമയത്ത് ആ സെയിം മുറിവ് 50 വയസ്സിൽ വന്നാലും അത് കുറെ കൂടി ടൈം എടുക്കും. സോ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ ഈ 60-70s ചെയ്യുന്നവർക്കും ഒരു കുഴപ്പമില്ല, യു ആർ എക്സ്പെക്ടിംഗ് ഗുഡ് റിസൾട്ട്സ്. ഓക്കെ, പിന്നെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഗ്രാഫ്റ്റഡ് ഹെയർ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഒരു 1500 ഒക്കെ നമ്മൾ വെക്കുന്ന ആ ഗ്രാഫ്റ്റഡ് ഹെയർ വീണ്ടും ഷെഡ് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ടോ? സി ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, നമ്മൾ ആ മുടി വെക്കുന്നു, ആ മുടി ഇസ് ഗോയിങ് ടു ഫോൾ ഓഫ് ഇൻ 10-20 days. ആ മുടി അവിടെ പോയി, 20 ദിവസം ആ മുടി പോയി, പിന്നെ അവിടുത്തെ റൂട്ടിൽ നിന്നാണ് പുതിയ ഹെയർ വരിക. ആൻഡ് ദാറ്റ് ആദ്യം വരുന്ന തിൻ ഹെയർസ് ആണ്, പിന്നെ അത് ഓവർ ടൈം 6 months 9 months എടുക്കുമ്പോഴാണ് ആ ഫുൾ വോളിയത്തിലോട്ട് വരുന്നത്. ദാറ്റ് ഹെയർ ഇസ് ലൈക്ക് എ നോർമൽ ഹെയർ. അത് നമുക്ക് ഷാംപൂ ചെയ്യാം, കളർ ചെയ്യാം, എല്ലാം ലൈക്ക് നോർമൽ ആണ്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദാറ്റ് ഹെയർ. നമുക്ക് കട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. സോ ദ ക്വസ്റ്റ്യൻ ഹിയർ ഇസ് ഈ ഹെയർ പോവോ?
ഈ ഹെയർ തിന്നാവും. സി പണ്ട് ഇഫ് യു ആസ്ക് മീ ദ സെയിം ക്വസ്റ്റൻ മേ ബി 5-6 years ബാക്ക് ഐ വുഡ് ടെൽ യു ഇല്ല 100% നിൽക്കും. ബട്ട് ദിസ് ആൻ ഇവോൾവിംഗ് സയൻസ്. കാരണം ഇതിപ്പോ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയിട്ട് ഇപ്പം 10-20 വർഷം ആയിട്ടില്ല. ഇറ്റ്സ് ബീൻ റീസെന്റ് 10-15 years ആയിട്ടുള്ളൂ. സോ വാട്ട് വി സീയിങ് റീസെന്റ് ഈസ് നോട്ട് ഫോർ ഓൾ ബട്ട് ഫ്യൂ ആ ഹെയർ തിന്നാവും. സോ യു കൻ തിങ്ക് അബൌട്ട് ദിസ് ലൈക്ക് നമ്മളിപ്പം ഒരു ഗാർഡൻ ചെടികളുണ്ട്, ആ ചെടിയുടെ വളർച്ച അതിന്റെ മണ്ണിന്റെ ക്വാളിറ്റി പോലെയാണ്. സോ നമ്മുടെ സ്കാൽപ്പിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കും നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത്. സോ മറ്റേ ഹെയർ തിന്നാവുന്ന അത്ര സ്പീഡിലൊന്നും തിന്നാവില്ല, ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷെ ഭയങ്കര സ്ലോ റേറ്റ് ഓഫ് തിന്നിങ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഫോർ എവ്രി വൺ. ഫ്യൂ പീപ്പിൾ വി ഹാവ് സീൻ എ ബിറ്റ് ഓഫ് തിങ്. അപ്പൊ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നമ്മൾ വീണ്ടും മെഡിസിനും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. The most biggest problem that everyone faces is എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൈ കെട്ടി നോക്കിയിരിക്കും, എന്റെ ജോലി കഴിഞ്ഞു, 2 വർഷം നല്ല മുടി ഇരിക്കും. 3ാമത്തെ വർഷം ആകുമ്പോൾ പറയുമ്പോൾ എന്റെ ഹെയർ ഒക്കെ പോകാൻ തുടങ്ങിയല്ലോ, empty ആയി തുടങ്ങിയല്ലോ. That is the biggest thing. See what happens if you do a transplant with a proper dermatologist or a plastic surgeon, they will tell you ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ഗുഡ്, ഇനി നിങ്ങൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ അവിടെ നിൽക്കും, പക്ഷെ മുട്ടയല്ലല്ലോ, മറ്റേ മുടികൾ ഉണ്ടല്ലോ, ആ മുടി നമ്മൾ ട്രീറ്റ് ചെയ്തേ പറ്റും. കാരണം എന്താണ്, വിത്ത് ടൈം ആ ഹെയറും തിന്നാം. സോ ആ ഹെയർ, ഇഫ് യു ആർ ടോട്ടലി ബോൾഡ്, യു ഹാവ് നോ ഹെയർ അറ്റ് ഓൾ, ഓക്കെ ഫൈൻ, കൈ കെട്ടി നോക്കിയിരിക്കാം, ട്രാൻസ്പ്ലാന്റ് ചെയ്തു ജോലി കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഹെയറിന്റെ കൂടെ നമുക്ക് വേറെ ഹെയർ ഉണ്ട്, നമ്മുടെ ഒറിജിനൽ ഹെയർ. ആ ഹെയർ എന്തായാലും തിന്നാം, കാരണം നമ്മുടെ ഹോർമോൺ അവിടെ ഉണ്ട്, റിസെപ്റ്റേഴ്സ് അവിടെ ഉണ്ട്. വിത്ത് ടൈം ആ ഹെയർ തിന്നാം. സോ ആ ഹെയർ തിന്നാവാതിരിക്കാൻ, ആ ഹെയർ തിന്നാവുന്ന സ്ലോ ആക്കാൻ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യും. സോ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, GFC ചെയ്തു എന്ന് വെച്ച് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത് ചെയ്തേ പറ്റും. ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ചെയ്യേണ്ടി വരും? See, after transplant the first thing is always immediately after transplant 5 days നമ്മൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഫോർ ദി ട്രാൻസ്പ്ലാന്റ്. പിന്നെ ഉള്ളത് ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന ഫോർ 1 year മെഡിക്കൽ ട്രീറ്റ്മെന്റ്. 1 year മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് മിനോക്സിഡിൻ സൊല്യൂഷൻ ആണ്, പിന്നെ ടാബ്ലറ്റ്സ് ആണ്. ദോസ് ആർ ബേസിക്കലി വൈറ്റമിൻ ടാബ്ലറ്റ്സ്. അത് 6 to 9 months എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടിന്യൂ. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ലോഷൻസ് ആണ്. അത് നമ്മൾ സ്കാൽപ്പിൽ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഹെയർ തിന്നിങ്ങിനെ നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാം. അതാണ് അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ്. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ GFCയോ? സോ ബേസിക്കലി നമ്മളിപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ 6 weeks GFC ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഫോർ 2 things. 1, ട്രാൻസ്പ്ലാന്റ് ഹെയറിന് ഒരു ഗ്രോത്ത് സ്പേർട്ട് കൊടുക്കാൻ, അലോങ് വിത്ത് ദാറ്റ് എക്സിസ്റ്റിംഗ് ഹെയറിന്റെ തിന്നിങ് കൂടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം. സോ അത് ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മൾ നോർമൽ ഹെയറിന് GFC ചെയ്യുന്ന പോലെയാണ് ട്രാൻസ്പ്ലാന്റ് ഹെയറിന് 2 ഇത് ബെനിഫിറ്റ് ഉണ്ട്. ട്രാൻസ്പ്ലാന്റ് ഏരിയയിലും ഉണ്ട്, മറ്റേ ഏരിയയിലും. സോ അതുകൊണ്ട് നമ്മൾ ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് GFC പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യും. സോ ബേസിക്കലി ഒരു 3 sessions ആഫ്റ്റർ യുവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ്. ആഫ്റ്റർ ദാറ്റ് വൺസ് ഇൻ എവറി 6 months ഇയർലി ഒരു 2 GFCs ഒക്കെ ചെയ്താൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ്. പക്ഷെ അത് ചെയ്തുകൊണ്ട് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒഴിവാക്കാൻ പറ്റില്ല, അത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇത് ഇപ്പൊ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിരുന്നാലും നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ലൈഫ് ലോങ് എന്ന് പറയാൻ പറ്റില്ല. സി വാട്ട് യു സീൻ ബേസിക്കലി നമ്മളൊരു 50-60 വയസ്സ് കഴിഞ്ഞാൽ ഒരാളുടെ മുടി അത് തന്നെ ആയിരിക്കും പിന്നെ ടിൽ ദി എൻഡ് ഓഫ് ലൈഫ്. സോ ദാറ്റ് ഇസ് കോസ് നമ്മുടെ ഹോർമോൺസ് അറ്റ് എ പെർട്ടിക്കുലർ ഏജ് ടെൻസ് ടു സെറ്റിൽ ഡൗൺ. സോ അതിനുശേഷം നമ്മൾ വലിയ തിന്നിങ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ എക്സാക്ട്ലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് നമ്മൾ പറയാം, കാരണം നമുക്ക് എത്ര നാൾ മുടി വേണം അത്ര നാൾ നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ബിയോണ്ട് എ പെർട്ടിക്കുലർ ഏജ് വി വിൽ സീ ദാറ്റ് അത്രയും ഒരു ചേഞ്ചസ് വരില്ല. ദെൻ യു കൻ ഗ്രാജുവലി സ്റ്റോപ്പ്. പിന്നെ ഡോക്ടർ, ഈ ഡാൻഡ്രഫ്സിനെ കുറിച്ച് ഇങ്ങനെ ഒത്തിരി ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ഈ ഡാൻഡ്രഫ്സ് വരുന്നു, എന്താണ് ഡാൻഡ്രഫിന് ഇപ്പൊ ഒത്തിരി നമ്മൾ ഈ അല്ലാതെ കാണുന്നുണ്ടല്ലോ, ഒത്തിരി ഷാംപൂസും എല്ലാം ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഈ ഡാൻഡ്രഫ്സ് ഇതാവുമോ? അതിനകത്ത് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ വലിയൊരു വാക്കാണ്. ഇപ്പൊ നമ്മൾ വൈറസ് എന്ന് പറയുന്നത് പല പല വൈറസ് ഉണ്ട്, ബാക്ടീരിയ പല പല. ഡാൻഡ്രഫും ഒരു വലിയ വാക്കാണ്. ബേസിക്കലി ഇത് പല പല എൻറ്റിറ്റി ഉണ്ട്. ചെറിയ പൊടി പോലെ വരുന്നുണ്ട്, ചെറിയ പൊറ്റ പോലെ വരുന്നുണ്ട്. സോ അത് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിലേതാണ് നോക്കി ട്രീറ്റ് ചെയ്താലേ തീരുമാനമാവും. ഇപ്പൊ നമ്മളിപ്പോ ഹോം റെമഡീസ് ട്രൈ ചെയ്യുന്നു, കടയിൽ പോയി ഷാമ്പൂ വാങ്ങിക്കുന്നു, എല്ലാം ഡാൻഡ്രഫിന് അത് നല്ല ഇത് നല്ല. വാട്ട് ഹാപ്പൻസ്, എല്ലാവരും ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് അത് പൊടിയായാലും പൊറ്റായാലും നല്ല കട്ടിക്ക് നിൽക്കുവാണെങ്കിൽ എല്ലാവരും അത് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ് ടാഗ്. പക്ഷെ അതല്ല, ഡാൻഡ്രഫ് ഉണ്ട്, സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, സെബോസോറിയാസിസ് ഉണ്ട്, സോറിയാസിസ് ഉണ്ട്, അങ്ങനെ കുറെ എൻറ്റിറ്റീസ് ഉണ്ട്. സോ അതിൽ ഏതാണ് നമ്മൾ കൺസൾട്ട് ചെയ്ത് അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്താലേ അതൊരു തീരുമാനമാവും. പിന്നെ തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ഷാമ്പൂ ഇട്ടുകൊണ്ട് അത് ഫുൾ ആയിട്ട് പോകില്ല. കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഡയറ്റ് ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്പോഷർ ഉണ്ട്, ക്ലൈമറ്റ് ഉണ്ട്, നമ്മുടെ സ്ട്രെസ് ലെവൽസ് ഉണ്ട്, ഇതൊക്കെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം ഹാൻഡ് ഇൻ ഹാൻഡ് വന്നാലേ നമുക്ക് അതിനൊരു തീരുമാനം ആവുള്ളൂ. സോ ഡാൻഡ്രഫ് എന്നൊരു ബ്ലാങ്കറ്റ് ടേം ആണ്, പക്ഷെ അതിന്റെ അടിയിൽ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സിൽ ഏതാണ് നമ്മൾ അതിന്റെ വരുന്നത്, അതിൽ ഏതാണ് നോക്കിയാൽ അത് ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്കത്
പറയാൻ പറ്റും. ഓക്കെ ഡോക്ടർ. അപ്പോ ഇനിയിപ്പോ നമുക്ക് ആ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ അത് വരുമ്പോഴത്തേലും ഇതുപോലെ നമ്മൾ ഈ മെഡിക്കേഷൻസും അപ്പോഴും ഈ ഹെയർ ട്രാൻസ്പ്ലാന്റഡ് ഹെയറിലൊക്കെ ഈ ഡാൻഡ്രഫ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ടോ? ഡാൻഡ്രഫ് എന്ന് ഞാൻ പറയുന്നത് എനിത്തിങ് സ്കെയിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തലോട്ടിയിൽ വരുന്ന, അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത സ്ഥലവും അല്ലാത്ത സ്ഥലവും വരാം. ദാറ്റ് ക്യാൻ ഹാപ്പൻ എനിവേർ. സോ ഇൻ കേസ് ദാറ്റ് കംസ് നമ്മൾ അതിന്റെ സൈഡ് ബൈ സൈഡ് അതിന്റെ ട്രീറ്റ്മെന്റും കൂടി ചെയ്യണം എന്ന് മാത്രം. അത് നല്ല പൊറ്റയായിട്ട് തിക്കായിട്ട് വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഫൈൻ പൗഡർ സ്കെയിൽ ഇസ് നോട്ട് മച്ച് ഓഫ് എ പ്രോബ്ലം, ദാറ്റ് ക്യാൻ ബി ഈസിലി ട്രീറ്റ്. പക്ഷെ ഈ കട്ടി കൂടുമ്പോഴാണ് ട്രീറ്റ്മെന്റ് ഇതും നമ്മൾ കൂട്ടേണ്ടത്. പക്ഷെ അതൊക്കെ നമ്മൾ നേരിട്ട് ഒരു ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്താലേ അതൊക്കെ ശരിയാവും. ഹോം റെമഡീസ് കൊണ്ടൊക്കെ ടെമ്പററി ലീവ്സ് ഒക്കെ കിട്ടും, പക്ഷെ അതൊരു തീരുമാനമാവും. അതെ, ഞാനും ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ അടുത്തും ഇങ്ങനെ ഡാൻഡ്രഫിന്റെ പ്രശ്നം വരുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് തന്നെ അതിനുള്ള ഇതാക്കണം. അപ്പൊ ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് വന്നിട്ട് ചോദിക്കും എന്താ ചെയ്യേണ്ടത്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അതാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളൊരു സംശയമാണ് ഇതിന്റെയൊക്കെ കോസ്റ്റ്. എനിക്കിപ്പോ കോസ്റ്റ് പറയാൻ പറ്റത്തില്ല. ഇത് ഡിപ്പെൻസ് അല്ലേ ഡോക്ടർ? അതിന്റെ നമ്മുടെ എത്ര ഹെയർ എടുക്കുന്നു അതിന്റെയൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഇതിന്റെയൊക്കെ? സോ ബേസിക്കലി ട്രാൻസ്പ്ലാന്റ് അഗൈൻ നമുക്ക് എത്ര എംപ്റ്റി സ്പേസസ് ഉണ്ട് അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് ലേഡീസിന്റെ കാര്യം, ദ മോസ്റ്റ് കോമണസ്റ്റ് തിങ് എല്ലാവരും ചോദിക്കുന്നത് ലേഡീസിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമോ, അപ്പൊ എങ്ങനെ മുട്ട അടിക്കുമോ, അതാണ് നെക്സ്റ്റ് ചോദ്യം. ആണുങ്ങൾക്ക് നമുക്ക് ഫുൾ ട്രിം ചെയ്യാം, അത് പ്രോബ്ലം. പക്ഷെ ഒരു ലേഡീസ് നമ്മൾ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട്. സോ ഒബ്വിയസ്ലി ലേഡീസിനും നമുക്ക് ആണുങ്ങൾക്ക് വേണ്ടി അത്രയും ഗ്രാഫ്സും വേണ്ടി വരത്തില്ല. സോ ലേഡീസ് നമ്മൾ എപ്പോഴും കാണുന്ന മോർ ഓഫ് ദ ഫ്രണ്ട് ഏരിയ ആണ് തിന്നിങ് കാണുന്നത്. സോ അതാകുമ്പോൾ നമ്പർ ഓഫ് ഹെയർസ് നമുക്ക് എടുക്കേണ്ട കുറവാണ്, കുറച്ച് ഹെയർസ് മതി. അപ്പൊ ആ ഹെയർസ് എടുക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. സോ ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് ഹെയർ എടുക്കും. അപ്പൊ മുകളിലത്തെ ഹെയർ അതിന്റെ പുറത്ത് വീണ് അത് കവർ ചെയ്യും. സോ ദാറ്റ് ഇസ് വൈ ഫോർ ലേഡീസ് വി ഡു ദാറ്റ്. നമ്മൾ ഫുൾ ട്രിം ചെയ്യില്ല, നമ്മൾ എടുക്കുന്ന ഒരു വിൻഡോ എടുക്കും, എന്നിട്ട് ആ മുകളിലത്തെ ഹെയർ അതിന്റെ പുറത്ത് വീഴുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് വിസിബിൾ ആൻഡ് ദി ഹെയർ വിൽ കം ബാക്ക്. പക്ഷെ നമ്മൾ എടുക്കുന്ന ഹെയർ തിരിച്ചു വരും, നമ്മളെ ബാക്കിലത്തെ വോളിയം കുറയും. പക്ഷെ നമ്മൾ എല്ലാ മുടി എടുക്കൂല, എല്ലാം 4 മുടി ഒരു മുടി എടുക്കും. അപ്പൊ ബാക്കി 3 മുടി വരുമ്പോ അതിനെ കവർ ചെയ്യും. അതാണ് അതിന്റെ മെയിൻ തിങ്. സോ മുട്ട ട്രിം ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ബാക്കിലത്തെ hair will grow off. It will grow up in 3 to 4 months. It will grow up, and along with that, this will also grow. So the main thing, മിക്ക ലേഡീസ് ഞാൻ പറയുമ്പോൾ ഞെട്ടുന്ന അപ്പൊ ട്രിം ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്യാത്ത ട്രിം ചെയ്യണമെന്ന് വെച്ചാണ്. ഇല്ല, ഡെഫിനറ്റ്ലി നോ, ട്രിം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന് എത്ര നാള് റെസ്റ്റ് ഒക്കെ എടുക്കേണ്ടി വരും? That depends on person to person. Usually transplant ചെയ്ത നെക്സ്റ്റ് ഡേ onwards you're ready to fly. That you can do everything. But what we always advise is നമ്മൾ ഈ ഗ്രാഫ്റ്റ് വെച്ച സ്ഥലങ്ങൾ നമ്മൾ തൊടാൻ പാടില്ല. ഇപ്പം ദ മെയിൻ തിങ് ഇസ് ദാറ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ വേർത്തെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തുടയ്ക്കും, തല തുടയ്ക്കും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ യു കനോട്ട് ഗിവ് ഫ്രിക്ഷൻ ടു ദിസ് ഏരിയ. ദാറ്റ് ഷുഡ് ബി ഡൺ ഫോർ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് 20 days. ഞാൻ ഇപ്പൊ ഒരു ഇതില് കണ്ടായിരുന്നു, അവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് എടുത്തു കഴിഞ്ഞാൽ 1 month പുറത്തിറങ്ങാൻ പാടില്ല, ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇല്ല, നോ പ്രോബ്ലം ലൈക്ക് ദാറ്റ്. പുറത്തിറങ്ങാൻ പാടില്ല. ഇപ്പൊ നമ്മളിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. പേഴ്സൺ ടു പേഴ്സൺ ഓരോരുത്തരുടെ പെയിൻ ടോളറൻസ് പോലും ഇരിക്കും. ബട്ട് യൂഷ്വലി വി ഡോണ്ട് അഡ്വൈസ് ദാറ്റ്. യു ക്യാൻ ഡു വാട്ട് എവർ, യു ക്യാൻ ഗോ ടു വർക്ക് ദ നെക്സ്റ്റ് ഡേ, ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. ബട്ട് സ്ട്രെനസ് വർക്ക്, ജിമ്മിൽ പോകുന്നു, ഹെവി വെയിറ്റ്സ് എടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഫ്റ്റർ 20 days എന്ന് മാത്രം. ഓഫീസ് ജോബ്സ് ആർ നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. യു ക്യാൻ ഡു. സോ ഇഫ് യു ആസ്ക് മീ ഞാൻ എത്ര നാൾ ലീവ് എടുക്കണം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ, ഐ വുഡ് സേ മാക്സിമം ഓഫ് 3 days, മാക്സിമം 5 days. അതിന്റെ അപ്പുറത്ത് ഒരിക്കലും ആവശ്യം വരാറില്ല. സോ ആ ഒരു നമുക്കൊരു സ്ട്രെസ് ഇത് ആയതുകൊണ്ട് യു കൻ ടേക്ക് 3 days. ഇഫ് യു ഹാവ് ലീവ് 5 days എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കേണ്ടോ ഡോർ ലോക്ക് ചെയ്ത് വീട്ടിലിരിക്കേണ്ട ആവശ്യം. ഡോക്ടർ, എനിവേ ഒത്തിരി സന്തോഷം എന്റെ ഈ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തത്. ഡോക്ടറുടെ ഈ ഞാൻ പറഞ്ഞത് വാല്യുബിൾ ടൈം എനിക്ക് വേണ്ടി തന്നതിന് ഒത്തിരി താങ്ക്സ്. ഞാൻ സംസാരിച്ചുകൊണ്ട് ഇരുന്നത് ഡോക്ടർ റയൻ രാജു ആണ്, YCDCയിലെ സീനിയർ ഡെർമറ്റോളജിസ്റ്റ് ആണ്, ഹെയർ സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. അപ്പൊ ഞാൻ ഇവിടെയാണ് ഡോക്ടറിനെയാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടറോടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ.